ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി നീലേശ്വരം തെക്കൻ ബംഗളത്തെ തത്തുമസി രാജൻ. ഉപേക്ഷിച്ച ചെങ്കൽപ്പണ നികത്തിയെടുത്തൊരുക്കിയ സ്ഥലത്താണ് രാജൻ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വസന്തം വിരിയിച്ചിരിക്കുന്നത്. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. 3 വർഷം മുമ്പാണ് രാജൻ ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ചുവടുവെച്ചത്. പടന്നക്കാട്ടെ കാർഷിക കോളേജിൽ നിന്നും തൈകൾ വാങ്ങി ചുരുങ്ങിയ സ്ഥലത്ത് ചെറിയ രീതിയിലായിരുന്നു ആദ്യത്തെ കൃഷി. പരീക്ഷണം വിജയമായതോടെ ആഗ്രഹവും ആവേശവും ഏറി. ഇതാണ് ഇദ്ദേഹത്തെ ഓണവിപണി തന്നെ ലക്ഷ്യമാക്കിയുള്ള വിപുലമായ കൃഷിയിലേക്ക് എത്തിച്ചത്. ഉപേക്ഷിച്ച ചെങ്കൽപ്പണ നികത്തിയെടുത്തൊരുക്കിയെടുത്ത 5 സെന്റ് സ്ഥലത്താണ് ഇത്തവണത്തെ കൃഷി. ഇതും പൂക്കളുടെ നിറവസന്തം വിരിയിച്ച് വിജയം വിളംബരം ചെയ്യുകയാണ്. ഏകദേശം 7000-ഓളം രൂപ ചെലവായ ഈ കൃഷിയിൽ നിന്നും ഇക്കുറി മികച്ച വരുമാനം തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. പൂക്കളുടെ വിളവെടുപ്പ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി വിളവെടുത്ത പൂക്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്റെ മാതാവ് കാരിച്ചിക്ക് കൈമാറുകയും ചെയ്തു. നമ്മളെ പഞ്ചായത്തിനകത്ത് കുടുംബശ്രീ വ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്, മല്ലിക കൃഷി ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ രാജനെല്ലാവരും സഹായിക്കണം എന്നാണ് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇപ്പോൾ ഒരു പ്രതീക്ഷയിലായിരിക്കും ഒരു കർഷകനെ ഇറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കർഷകന് സഹായിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ ഒരു മുൻകൈ എടുത്താൽ മാത്രമേ ആ കർഷകനെ ഒരു പ്രോത്സാഹനം കൊടുത്താൽ മാത്രമേ ആ കർഷകൻ വളർന്നു വരും. അടുത്ത വർഷം ഇതിപ്പോൾ കുറച്ച് ചെറിയ രീതിയിലെങ്കിൽ അടുത്ത വർഷം നമുക്ക് കുറച്ചും കൂടെ വ്യാപകമായിട്ട് ഈ കൃഷി ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ നാട്ടിൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത്. ചടങ്ങിൽ കൃഷി ഓഫീസർ പ്രമോദ് അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് നിഷാന്ത്, പ്രഭാകരൻ മാസ്റ്റർ, അനിൽ ബംഗളം, ടി ചോയ്യമ്പു എന്നിവർ സംസാരിച്ചു. ചെണ്ടുമല്ലി കൃഷിക്ക് പുറമെ പശു വളർത്തൽ, പച്ചക്കറി കൃഷി, വാഴകൃഷി എന്നിവയും രാജൻ ചെയ്തു വരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.